ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു റിജിനീറ്റ് കിച്ചൻ. ഇന്ന് നമ്മൾക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഇഡ്ലിക്കും ദോശയ്ക്കുമൊക്കെ മാച്ചാവുന്ന ഒരു അടിപൊളി ടൊമാറ്റോ കോക്കനട്ട് ചട്നിയാണ് ഞാനിന്ന് നിങ്ങൾക്കായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒരുപാട് പേരുണ്ടാവും അല്ലേ, പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടാവും. അപ്പോൾ റിജിനീറ്റ് കിച്ചൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിനോടൊപ്പം വരുന്ന ഓൾ എന്ന ഓപ്ഷനിലും ഫുൾ വീഡിയോ കാണുക, അത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കോക്കനട്ട് ചട്നിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫുൾ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ ഫുൾ വീഡിയോ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ട്രിക്സ് ആൻഡ് ടിപ്സ് എന്നത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ കുറേ ഇൻഗ്രീഡിയൻസ് ഇനിയും ഉണ്ട്. അപ്പോൾ ഞാൻ മോസ്റ്റ്ലി നമ്മൾ ഉപയോഗിക്കുന്ന ചട്നിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എടുത്ത് വെച്ചിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. 2-3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നതിന് ശേഷം നമുക്ക് ഉള്ളി, ചെറിയ ഉള്ളി തന്നെ ഉപയോഗിക്കുകയാണ് ഇതിൻ്റെ ടേസ്റ്റ്. ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സവാള എടുത്താൽ മതി കേട്ടോ. ഒരു സവാളയുടെ, ഒരു ചെറിയ സവാളയുടെ പകുതി സവാള മതിയാവും. ഒരു 5 പേർക്കൊക്കെ നന്നായിട്ട് നമുക്ക് ദോശയാണെങ്കിൽ ഇഡ്ഡലി ആണെങ്കിൽ നന്നായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ, നല്ല സഫീഷ്യൻ്റായിട്ട് കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇഞ്ചി, ഒരു ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, ഒരു 3-4 ചെറിയ വെളുത്തുള്ളി, ഓക്കെ. അപ്പോൾ അത് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റായി വരണം ഇത് മൂന്നും. അതിനുശേഷം 2 തക്കാളി ഞാൻ എടുത്തു വെച്ചത് കണ്ടല്ലോ, അതിൻ്റെ തൊലി ഞാൻ പീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഇട്ടിട്ട് ഇതൊക്കെ ലോ ഫ്ലെയിമിൽ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് താഴ്വശം അങ്ങ് കരിയാതെ വരും. അപ്പോൾ നമുക്ക് നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റായിട്ടുള്ള ചട്നി ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ തക്കാളി ഒന്ന് വഴണ്ട് വന്ന ശേഷം, ഒരുപാടിട്ട് സോഫ്റ്റ് ആവുമൊന്നും വേണ്ട തക്കാളി, ജസ്റ്റ് അതിലൊന്ന് ചൂട് കയറിയാൽ മാത്രം മതി. ആ സമയത്ത് നമുക്ക് ഒരു 3-4 ഇല കറിവേപ്പിലയും അതുപോലെ ഒരു ചെറിയ തണ്ട് നമ്മൾ മല്ലിയിലയും, അത് നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടോളൂ കേട്ടോ. ഇനി നമുക്ക് കോക്കനട്ട് ഒരു നല്ല കൈപ്പിടിയോളം തേങ്ങ ഇടുക. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ, നമ്മളിപ്പോൾ തേങ്ങ എടുത്തു അപ്പോൾ തന്നെ ഉടച്ച് നമ്മൾ ചിരവി എടുക്കുന്ന തേങ്ങയ്ക്കാണ് ഏറ്റവും ടേസ്റ്റ് ഇതിൽ. അപ്പോൾ ഇതും ഞാൻ നേരത്തെയൊക്കെ പറയുന്ന പോലെ നമ്മൾ സാമ്പാറിനൊക്കെ വറക്കുന്ന പോലെ തന്നെ ഒരുപാട് ഇട്ടിട്ട് അങ്ങ് ചുമപ്പിക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് നമുക്ക് തേങ്ങയിലൊന്ന് ചൂട് കയറി വന്നാൽ മാത്രം മതി. അപ്പോൾ അത്ര മാത്രമേ വേണ്ടൂ. ബാക്കി കറിവേപ്പില ഞാൻ സീസണിങ്ങിന് വേണ്ടിയിട്ടാണ്, അത് കടുക് താളിക്കുന്നതിന് വേണ്ടി മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ലോ ഫ്ലെയിമിൽ ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ തേങ്ങ ഒരുപാട് മൊരിഞ്ഞൊന്നും വരണ്ട, ചൂട് കയറി നമുക്ക് തേങ്ങയിൽ തൊട്ട് നോക്കുമ്പോൾ ചൂടുണ്ട് എന്ന് തോന്നുന്ന ആ ലെവലിൽ ചൂടാക്കിയാൽ മതി, ഓക്കെ. അപ്പോൾ നോൺ സ്റ്റിക്കിലാകുമ്പോൾ നമുക്ക് ഒട്ടും പേടിയില്ല, നന്നായിട്ട് അങ്ങ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചൂട് മാത്രമേ കയറുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇനി എന്താ വേണ്ടത്? മുളക് പൊടി, എരിവിന് മുളക് പൊടി വേണം. അപ്പോൾ നിങ്ങളിൽ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ വറ്റൽ മുളക് തന്നെ യൂസ് ചെയ്യാം. ഞാൻ മുളക് പൊടി യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, 1 ടീസ്പൂൺ. അപ്പോൾ എരിവിന് ഇതൊരു മിതമായ എരിവേ ഉണ്ടാവുള്ളൂ. കുറച്ച് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂണൊക്കെ ചേർക്കണം. അപ്പോൾ തക്കാളി തേങ്ങയൊക്കെ വരുന്നതല്ലേ, അപ്പോൾ ഒരു വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു എരിവായിരിക്കും കേട്ടോ. അപ്പോൾ പച്ചമുളക് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകും ചേർക്കാം. ശരിക്കും ഇത് മതി, നമുക്ക് പച്ചമുളക് ഇട്ടിട്ട് വേറൊരു ദിവസം ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് കൂളാവാൻ വെച്ചു. നമ്മുടെ മിക്സിംഗ് ഒക്കെ നന്നായിട്ട് കൂളാവാൻ വെച്ച ശേഷം അതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം കല്ലുപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി 3 ടീസ്പൂൺ ഞാൻ പൊരികടല, ചട്നി കടല ചേർത്തു. ചട്നി കടലയൊന്നും നമ്മൾ എണ്ണയിലിട്ടിട്ട് മൂപ്പിക്കേണ്ട കേട്ടോ, അത് നന്നായിട്ട് അങ്ങ് മൊരിഞ്ഞു വരും. അവസാനം അത് മിക്സിയിലിട്ടിട്ടും അരയില്ല. അപ്പോൾ അത് കാരണം അതൊരു ടേസ്റ്റും അല്ല. അപ്പോൾ ഈ രീതിയിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഉപ്പും നമ്മുടെ ചട്നി കടലയൊക്കെ നമ്മൾ നന്നായിട്ട് കൂളായതിന് ശേഷം ചേർത്താൽ മതി. ഇനി നമ്മൾക്ക് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മഷി പോലെ അങ്ങ് അരച്ചെടുക്കുക. ഇനി അതാണ് പ്രോസസ്സ്. പിന്നെ ഒന്ന് ചതച്ചതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചരച്ചാൽ മതി. വെള്ളം ഒഴിക്കുകയാണെങ്കിൽ തന്നെ വളരെ കുറഞ്ഞ അളവിൽ ആദ്യം വെള്ളം ഒഴിക്കുക. ഒരുപാടങ്ങ് നമുക്ക് ആവശ്യാനുസരണം 5 പേരുണ്ടെന്ന് പറഞ്ഞിട്ട് 1-2 ഗ്ലാസ് വെള്ളം എടുത്ത് ആദ്യം ഒഴിക്കേണ്ട. അപ്പോൾ നമ്മുടെ തേങ്ങ അത്ര അരഞ്ഞ് കിട്ടണമെന്നില്ല. ആദ്യം ഒന്ന് ചതച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് അരച്ചാലും നന്നായിട്ട് അരയും. അപ്പോൾ ഒരു 3-4 ടീസ്പൂൺ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുത്തോളൂ. അപ്പോൾ ഞാൻ ആവശ്യാനുസരണം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരച്ചെടുക്കട്ടെ.
അപ്പോൾ ഇത് നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാൻ പോകുന്നു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇനിയും വെള്ളം അങ്ങ് നമുക്ക് ഉപയോഗിക്കാം. ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി അനുസരിച്ച്. നല്ല തിക്നെസ് എന്തായാലും നമ്മുടെ പൊരികടല ഇടുമ്പോൾ ഒരുപാട് തിക്കാവും. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചുകൂടെ വെള്ളമൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ദോശ, ഇഡ്ഡലി, ദോശയ്ക്ക് അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇഡ്ഡലിക്ക് കുഴപ്പമില്ല. ഇഡ്ഡലിക്കാണ് ഞാനിന്ന് സെർവ് ചെയ്യുന്നത്. പക്ഷേ ദോശയ്ക്കായിരിക്കും ഇത് അടിപൊളി റെസിപ്പി കേട്ടോ. ഇപ്പോൾ ഞാൻ സീസണിങ് ആയിട്ട് നമ്മൾ കടുക് വറക്കാനായിട്ട് 3 to 4 ടീസ്പൂൺ വരെ നമുക്ക് വെളിച്ചെണ്ണ, ഞാൻ ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നു. 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്തു. അപ്പോൾ അതൊന്ന് ചുമന്ന് വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുന്നു. അപ്പോഴത്തേക്കും വറ്റൽമുളക് ഇടുന്നു. ഒരു 3-4 ഇല കറിവേപ്പില ചേർത്തിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അല്ലെങ്കിൽ കടുകൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പൊട്ടി അങ്ങ് തെറിക്കും. ഞാനിത്തിരി പരന്ന പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ കരിയാനിട വെക്കണ്ട കേട്ടോ, അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുക. ഒരു 3-4 നമ്മുടെ ഞൊടിക്ക് ഇടയിൽ തന്നെ നമ്മുടെ കടുക് അങ്ങ് പൊട്ടി വരും. അപ്പോൾ നമ്മുടെ സീസണിങ് അതോടുകൂടെ നമുക്ക് വേഗം അങ്ങ് നമ്മുടെ ചട്നിയിലേക്ക് ഒഴിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആവശ്യാനുസരണം വെള്ളമൊക്കെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5 പേർക്ക് എന്തായാലും ഇത് സെർവ് ചെയ്യാം. 4 പേർക്ക് സഫീഷ്യൻ്റ് ആണ്. അടിപൊളിയായിട്ട് ഇഡ്ഡലി നന്നായിട്ട് കഴിക്കുന്നവർക്കാണെങ്കിലും ഒക്കെ ഈ ഒരു അളവിലുള്ള കൺസിസ്റ്റൻസിയിലുള്ള ഗ്രേവി മതിയാവും കണ്ടോ. അപ്പോൾ ഇത്രയും ഗ്രേവി ഈ ഒരു ലെവലിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും വെള്ളമൊക്കെ ആട്ടോ. പിന്നെ വെള്ളം കൂടുന്തോറും ഇച്ചിരി എരിവൊക്കെ കുറഞ്ഞെന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ചുള്ള വെള്ളം കൺസിസ്റ്റൻസി ആക്കണം. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.